താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ അതൃപ്തി അറിയിച്ച് രമേശ് പിഷാരടി. എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് വിമർശനം. തന്നെക്കാൾ കുറവ് വോട്ട് നേടിയവരെ വിജയികളായി പ്രഖ്യാപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അമ്മയിലെ എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, എന്താണ് രമേശ് പിഷാരടിയുടെ ഈ കത്തിന്റെ ഉള്ളടക്കം? വേണു, 2 ദിവസം മുമ്പ് കൊച്ചിയിൽ നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് അതിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആ യോഗ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്ത് തന്നെ വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീണ്ടതാണ്. അത് അന്ന് വലിയ തർക്കത്തിലേക്ക് പോകാനുണ്ടായ പ്രധാന കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള വനിതകളുടെ തെരഞ്ഞെടുപ്പായിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ 3 പേർക്ക് 4 സംവരണ സീറ്റുകളാണ് സ്ത്രീകൾക്കുള്ളത്. അന്ന് 3 പേരെ തെരഞ്ഞെടുത്തിരുന്നു. ഒരാളെ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കും എന്നുമുള്ള ഒരു നിബന്ധനയായിരുന്നു അന്ന് വെച്ചിരുന്നത്. പക്ഷേ ഈ 2 പേരെ തെരഞ്ഞെടുത്തത് അവർക്ക് ഈ രമേശ് പിഷാരടിയേക്കാൾ വോട്ട് കുറവാണ് എന്നുള്ള ഒരു കാര്യം അന്ന് തന്നെ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രമേശ് പിഷാരടി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മയിലെ 506 അംഗങ്ങൾക്കും ഇമെയിൽ മുഖേന ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് ഒരു വിശദീകരണം അയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് കത്തയച്ചിരിക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ രൂക്ഷ വിമർശനമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. തന്നേക്കാൾ വോട്ട് കുറഞ്ഞ 2 പേരെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് സംവരണം എന്നുള്ള ആ ഒരു ബൈലോയിലെ നിയമം അത് ഭേദഗതി ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുകയുള്ളൂ. സ്ത്രീകൾക്ക് സംവരണം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം 4 സീറ്റുകൾ ഒഴിച്ചിടുക, അതിലേക്ക് പുരുഷന്മാർ മത്സരിക്കരുത് എന്നൊരു നിബന്ധന കൂടി വെക്കുക എന്നുള്ളതാണ് പ്രധാനമായും രമേശ് പിഷാരടി പറയുന്നത്. ഒപ്പം ഈ സ്ത്രീകളെ, ഈ വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനാധിപത്യ വിരുദ്ധമായാണ്, അതിനുവേണ്ടി തങ്ങളെ മാറ്റിയെടുത്തത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. എന്തായാലും ബൈലോ ഭേദഗതി ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. നിലവിൽ അമ്മ ഭാരവാഹികൾക്ക് ഒരു പരാതിയായിട്ട് അദ്ദേഹം ഇത് നൽകിയിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി തന്നെ പരാതി നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വേണു. ശരി, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.